ഇനി നമുക്കിതിൻ്റെ AMHൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? സ്പീഡ് ആൻഡ് ആക്യുറസി. എങ്ങനെയാണ്? മനുഷ്യരെക്കാൾ വേഗത്തിൽ ജോലി ചെയ്യുന്നു, പിഴവുകൾ കുറയ്ക്കുന്നു. രണ്ടാമത്തെയാണ് ലേബർ കോസ്റ്റ് സേവിങ്. അതെന്താണ്? തൊഴിലാളികളുടെ ആവശ്യകത കുറയുന്നു. അതുപോലെ തന്നെയാണ് ദീർഘകാലത്തിൽ ചെലവ് ലാഭമുണ്ടാവും. നെക്സ്റ്റ് സ്പേസ് യൂട്ടിലൈസേഷനാണ്. അതായത് ഉയരം ഉപയോഗിച്ച് കൂടുതൽ സ്റ്റോറേജ് ഉണ്ടാകുന്നു, സ്ഥലം ലാഭിക്കുന്നു. നെക്സ്റ്റ് ഇംപ്രൂവ്ഡ് സേഫ്റ്റിയാണ്. അതായത് അപകട സാധ്യത കുറയുന്നുണ്ട്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് റിയൽ ടൈം ഇൻവെൻറ്ററി ട്രാക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. അതായത് സ്റ്റോക്ക് നില ഉടൻ തന്നെ അറിയാൻ പറ്റും, തെറ്റുകൾ കുറയുന്നു, ഓർഡർ ഫുൾഫിൽമെൻറ്റ് വേഗത്തിൽ നടത്തുന്നു. ഇനി ഇതിൻ്റെ ഒരു കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. ഫ്ലിപ്കാർട്ട്സ് ഓട്ടോമാറ്റഡ് ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സ്. അതായത് ഫ്ലിപ്കാർട്ട് വലിയ ഓർഡർ വോള്യൂം കൈകാര്യം ചെയ്യാൻ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നു. കൺവെയർ ബെൽറ്റ്സ്, റോബോട്ടിക് ആംസ്, ബാർകോഡ് സ്കാനേഴ്സ്, സോർട്ടിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. മാനുവൽ ഹാൻഡ്ലിംഗ് സമയം ഏകദേശം 30% കുറച്ചു. ബാർകോഡ് സ്കാനിംഗ് മൂലം ഉൽപ്പന്നം തിരിച്ചറിയൽ കൃത്യമായി. WMS ഉപയോഗിച്ച് റിയൽ ടൈം ഇൻവെൻറ്ററി ട്രാക്കിംഗ് നടത്തുന്നു. ഓർഡർ പ്രോസസ്സിംഗ് പിഴവ് 70% വരെ കുറച്ചു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഡെലിവറി റിലയബിലിറ്റിയും വർദ്ധിച്ചു. ഫെസ്റ്റീവ് സീസൺ പോലുള്ള ഹൈ ഡിമാൻഡ് സമയങ്ങളിൽ വലിയ സഹായമാണ് ഫ്ലിപ്കാർട്ടിന് ഇതുവഴി ഉണ്ടാകുക. അപ്പോൾ ഓട്ടോമാറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഈ കേസ് സ്റ്റഡിയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ലോജിസ്റ്റിക്സ് ഔട്ട്സോഴ്സിംഗ് ആണ്. ലോജിസ്റ്റിക്സ് ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ ഒരു തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിന് നൽകുന്നതാണ് ലോജിസ്റ്റിക്സ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ്? കമ്പനിയുടെ ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ ഒരു പുറം ഏജൻസിക്ക് നൽകുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഓർഡർ ഫുൾഫിൽമെൻറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൈമാറുന്നു. സ്വന്തം ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാതെ വിദഗ്ധരുടെ സേവനം ഉപയോഗിക്കുന്നു. ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ? ഫോക്കസ് ഓൺ കോർ ആക്ടിവിറ്റീസ്. എന്താണ്? കമ്പനി തൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ, അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, ഇന്നോവേഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. മാർക്കറ്റിങ്ങിലും സെയിൽസിലും ഇന്നോവേഷനിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. അതുപോലെ ലോജിസ്റ്റിക്സ് ഉത്തരവാദിത്തം വിദഗ്ധർക്കു നൽകുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് റിഡക്ഷൻ. അതായത് 3PL തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ വഴി ചെലവ് കുറയ്ക്കുന്നു. വാഹനങ്ങൾ, ഗോഡൗൺ സിസ്റ്റം എന്നിവയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒഴിവാക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആക്സസ് ടു ടെക്നോളജി ആൻഡ് എക്സ്പെർട്ടൈസ്. എന്താണിത്? WMS, TMS, RFID, GPS തുടങ്ങിയ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും. പരിചയസമ്പന്നരായ വിദഗ്ധരുടെ സേവനം ലഭിക്കുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് സ്കെയിലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ആവശ്യത്തിന് ഓപ്പറേഷൻസ് വർദ്ധിപ്പിക്കണോ അതോ ഇനി കുറച്ചുകൂടെ കുറയ്ക്കാനോ ഒക്കെ കഴിയും. സീസണൽ ഡിമാൻഡ് സമയത്ത് സഹായകരമാണ്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഇംപ്രൂവ്ഡ് സർവീസ് ലെവൽസ്. വേഗത്തിലുള്ള ഡെലിവറി, ഓർഡർ ഫുൾഫിൽമെൻറ്റ്, കൃത്യമായി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ വർദ്ധിക്കാൻ സഹായകമാകുന്നു. ഇനി ഇതിൻ്റെ ഒരു റിയൽ കേസ് പറയുകയാണ്. റിലയൻസ് റീറ്റെയിലുകാർ 3PL പ്രൊവൈഡേഴ്സ് ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഡെലിവറി സമയം കുറച്ചു. റൂറൽ ഏരിയാസ് ഉൾപ്പെടെ വിപണി വ്യാപിപ്പിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ സ്വന്തമായി സ്ഥാപിക്കേണ്ടതില്ല. ഇതെല്ലാം റിലയൻസ് റീറ്റെയിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയെ, അതായത് ഒരു പുറം ഏജൻസിയെ ഏൽപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അതിനെ ലോജിസ്റ്റിക് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയും. അപ്പോൾ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ചാപ്റ്ററും ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്.